പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 11-ാം മാസത്തിൻ്റെ 14-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസിദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധി നമുക്ക് അടുത്തു ചെല്ലാം. 120-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ സമാധാനപ്രിയനാകുന്നു, ഞാൻ സംസാരിക്കുമ്പോഴേ അവർ കലശൽ തുടങ്ങുന്നു. സമാധാനമില്ലാത്ത ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ലോകത്തിൽ ഉണ്ടായിട്ടുള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ സകല പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണം സമാധാനമില്ലായ്മയാണ്. പരസ്പരം രമ്യതയിൽ ജീവിക്കുവാൻ കഴിയുന്നിടത്താണ് സമാധാനം പുലരുന്നത്. സമാധാനത്തിനുള്ള ഒരു വഴിയും തൻ്റെ മുമ്പിൽ തെളിഞ്ഞു കാണാതിരുന്നപ്പോൾ താൻ ദൈവത്തോട് നിലവിളിക്കുകയും ദൈവം തനിക്ക് അതിനുള്ള മറുപടി കൊടുക്കുകയും ചെയ്തുവെന്ന് പ്രാരംഭത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നുണ്ട്. ആത്മീയ സമാധാനം നഷ്ടമാകുമ്പോൾ ആന്തരിക സമാധാനവും നഷ്ടമാകും. കൂടാതെ ഒരുവനെ അലട്ടുന്ന ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ, ആസന്ന ഭാവിയിൽ തനിക്ക് ദോഷമായി തീരുമെന്ന് ചിന്തിക്കുന്ന നിരവധി വിഷയങ്ങൾ നിമിത്തം ഉള്ള സമാധാനവും കൂടെ നഷ്ടമാകും. അല്ലെങ്കിൽ ജീവിതത്തിൽ നേരിട്ട നഷ്ടങ്ങളും പരാജയങ്ങളും നിമിത്തമോ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങൾ നിമിത്തമോ ഭാവിയിൽ തന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്ന ചിന്തയോ നാളെ എങ്ങനെ ജീവിക്കുമെന്നുള്ള ആശങ്കകളോ നിമിത്തവും ഒരുവന് സമാധാനമില്ലാതെയാകാം. എന്നാൽ ഇതിനുള്ള പരിഹാരം ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. മറ്റുള്ള വ്യക്തികളുമായി യോജിച്ചു പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവർ വൈരാഗ്യത്തോടും പുച്ഛത്തോടും കൂടെ ഇടപെടുമ്പോൾ, ദൈവഭയമില്ലാത്ത ശത്രുക്കളുടെ നടുവിൽ അകപ്പെടുമ്പോൾ, രാജ്യങ്ങളുടെ നിയമം കഠിനമാകുമ്പോൾ തുടങ്ങി നിരവധി കാരണങ്ങളാലും ഒരുവൻ്റെ സമാധാനം നഷ്ടമാകാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുമായി പൊരുത്തപ്പെടുന്നതിനും സമാധാനം ഉണ്ടാക്കുന്നതിനും ഒരു ആവോളം നമുക്ക് തന്നെ പരിഹാരം കാണുവാൻ കഴിയും. നമ്മുടെ സ്വഭാവത്തിന് നാം മാറ്റം വരുത്തിയാൽ ഒരു പരിധിവരെ ബാഹ്യമായ അസമാധാനത്തിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ നമുക്ക് കഴിയും. സമാധാനമായി ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും ജഡത്തിൻ്റെ പല സ്വഭാവങ്ങളും നമ്മെ വിട്ട് പിരിയുകയില്ല. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവർക്ക് മഹാസമാധാനം ദൈവം നൽകും. ദൈവത്തോട് സമാധാനം പ്രാപിക്കാത്ത ആർക്കും നിലനിൽക്കുന്ന സമാധാനം ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവർ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണുവാനുള്ള ക്ഷമയുമില്ല. തങ്ങളെക്കാൾ അധികം യോസഫിനെ അപ്പൻ സ്നേഹിക്കുന്നത് അവൻ്റെ മൂത്ത സഹോദരങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അസൂയയുള്ളവർക്ക് സമാധാനം ഉണ്ടാക്കുവാൻ കഴിയത്തില്ല. അതുപോലെ ന്യായമില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവർക്കും സമാധാനത്തിൻ്റെ വഴി അവർ അറിയുന്നില്ല. വളഞ്ഞ വഴികളിൽ നടക്കുന്ന ഒരുത്തനും സമാധാനം അറിയുകയില്ല. ലോകത്തിൽ നാം മാത്രം സമാധാനം അനുഭവിച്ചാൽ മതിയെന്ന ചിന്ത ഒട്ടും ശരിയല്ല. സമാധാനമില്ലാതെ ജനകോടികൾ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന സമാധാന മാർഗം മറ്റുള്ളവരോട് പങ്കിടുകയും അവരെയും ഈ സമാധാന പാതയിൽ എത്തിക്കുകയും ചെയ്യേണ്ട ചുമതല നമ്മിൽ ദൈവം ഭരമേൽപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റുള്ളവരുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം നാം. ഇങ്ങനെയുള്ളവർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയും. ആമേൻ. ഞാൻ അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പാടുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. ആകയാൽ പ്രിയ ദൈവവേദിലെ ആത്മാവിൻ്റെ ഫലമായ സമാധാനം നമ്മിൽ ഉണ്ടാകട്ടെ എന്ന് ഈ പ്രഭാതം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക സമാധാനം ഒരുവനുണ്ടാകുമ്പോൾ
അവൻ്റെ ജീവിതത്തിന് സ്തോത്രം വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അവൻ്റെ സമ്പത്തിന് മാറ്റങ്ങൾ സംഭവിക്കും. അവൻ്റെ തലമുറകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. അവൻ്റെ ആരാധനകളിൽ മാറ്റങ്ങൾ സംഭവിക്കും. അവൻ്റെ വസ്ത്രധാരണയിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. 3 മാസം ഓബേദേദോമിൻ്റെ ഭവനത്തിൽ പെട്ടകമിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായ സമാധാനം, അത് സ്തോത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു, തൻ്റെ എല്ലാ സ്ഥിതികളെ മാറ്റുവാനിടയായി. സമാധാനം ഉണ്ടാകുന്ന ഒരു കുടുംബത്തിൽ, സമാധാനമുള്ള ഒരു വ്യക്തിയെ, കുടുംബത്തെ, ദേശത്തെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ സമാധാനത്തോടെ കാണുവാൻ, നമ്മുടെ ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെ, നിങ്ങൾ സമാധാനമില്ലാതെ ആയിരിക്കാം ഈ പ്രഭാതം. സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, കടഭാരങ്ങളിൽ, ജോലിയില്ലായ്മ, രോഗങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, മക്കളില്ലാത്തതിൻ്റെ ഭാരങ്ങൾ, ഏകാന്തതയുടെ അനുഭവങ്ങൾ, വാർദ്ധക്യമായ ബലഹീനതയിൽ, അങ്ങനെ നിരവധി ഭാരങ്ങളിൽ കൂടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവവചനത്തിൽ നിങ്ങളെ ഒന്ന് ഏൽപ്പിക്കുക. ദൈവസ്നേഹത്തിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സമാധാനത്തിൽ നയിക്കുവാനിടയാകും. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞാൻ സമാധാനപ്രിയനാകുന്നു. ഞാൻ സംസാരിക്കുമ്പോഴേ അവർ കലശൽ തുടങ്ങുന്നുവെന്ന് സമാധാനപ്രിയനായ തൻ്റെ ഭക്തൻ കർത്താവെ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ സമാധാനത്തോടുകൂടെ ആയിരിക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മകച്ചമങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.